ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഹൈപ്പറെമിസിസ് ഗ്രാവിഡെയർ ആണ്. ഓക്കെ, ഇത്രയും ദിവസം ഞാൻ അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗിലെ ടോപ്പിക്കാണ് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോഴാണ് ഗൈനക്ക് എക്സാം വരുമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല നോട്ട്സും ക്ലാസ്സസും പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഹൈപ്പറെമിസിസ് ഗ്രാവിഡെയർ കാണുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഒത്തിരി ഷോർട്ട് എസ്സിയും ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഹൈപ്പറെമിസിസ് ഗ്രാവിഡെയർ. ഇതിനകത്ത് ഞാൻ മാക്സിമം നോട്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ കാണുന്നവർക്ക് ഒത്തിരി നോട്ട്സ് എഴുതാൻ കാണും. അപ്പം നിങ്ങൾ പേനയും പേപ്പറും ഒക്കെ ആയിട്ട് വേണം ഇരിക്കാൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൂവിങ് ടു ദ ഇൻട്രൊഡക്ഷൻ. ഇപ്പം എന്താണ്, ഏതൊരു ടോപ്പിക് എഴുതുമ്പോഴും നമ്മൾ പറയുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു റെഗുലർ ഫോളോ അപ്പ് ആണ് എന്തെന്ന് പറയുന്നത്, ഇൻട്രൊഡക്ഷൻ ടോപ്പിക് എഴുതുക. അത് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും, എക്സ്പെഷ്യലി ഒരു ഷോർട്ട് എസ്സേ കിട്ടുവാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ എഴുതിയതിന് ശേഷം മാത്രമേ ടോപ്പിക് തുടങ്ങാവുള്ളൂ കേട്ടോ. അതായത് ഇൻട്രൊഡക്ഷനിൽ ഇംപ്രസ് ചെയ്യിപ്പിക്കുക, നമുക്ക് ടോപ്പിക് അറിയാം എന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. സോ ഇതിനെക്കുറിച്ച് ഞാൻ ഷോർട്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ്, ഞാനൊരു ജനറൽ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. വളരെ പൊട്ടൻഷ്യലി ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ തന്നെയാണ് ഹൈപ്പറെമിസിസ് ഗ്രാവിഡെയർ. കാരണം എന്ന് പറഞ്ഞാൽ മദറിന് പോലെ തന്നെ ആർക്കും, കുഞ്ഞിനും ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. എക്സസീവ് ആയിട്ടുള്ള വോമിറ്റിംഗ്, ഡീഹൈഡ്രേഷൻ, വെയിറ്റ് ലോസ് ആണ്. ഈ ഹൈപ്പറെമിസിസ്, ഈ വോമിറ്റിംഗ് ഈസ് ഫൈൻ അല്ലേ, എല്ലാ പ്രഗ്നൻസി സ്റ്റേജിലും കാണുന്ന വോമിറ്റിംഗും കുഴപ്പമില്ല. പക്ഷേ ഹൈപ്പറെമിസിസ് ഗ്രാവിഡെയർ വളരെ കുറച്ച് പ്രഗ്നന്റ് വുമൻസിന് മാത്രമേ എഫക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എന്തായിരിക്കും, ഭയങ്കര സിവിയർ ആയിരിക്കും ഇവരുടെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവർക്ക് ഫിസിക്കലി മാത്രമല്ല, ഇമോഷണലിയും അതുപോലെ അതായത് ഇമോഷണലി മെന്റലി ഒത്തിരി ഇമ്പാക്റ്റ് വരുന്ന ഒരു കണ്ടീഷൻ കൂടെയാണ് ഹൈപ്പറെമിസിസ് ഗ്രാവിഡെയർ. ഡെഫിനിഷൻ: hyperemesis gravidarum is a severe and debilitating form of morning sickness. അല്ലെ, മോർണിംഗ് സിക്നസിന്റെ നമ്മൾ പറയത്തില്ലേ, മോർണിംഗ് സിക്നസ് ഉള്ള ആൾക്കാർക്ക് there is high risk for എന്താണ്, ഹൈപ്പറെമിസിസ് ഗ്രാവിഡെയർ ആണ്. ഓക്കെ, സോ എക്സസീവ് ആയിട്ടുള്ള വോമിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസം 4-ൽ കൂടുതലാണ്. പഠിച്ചു വെക്കണം, കാരണം ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയ്ക്കകത്ത് നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. 4 ഇതിൽ കൂടുതൽ. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ, വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പ്രഗ്നൻസിക്ക് മുന്നേ നമുക്കൊരു 50 കിലോ എന്ന് വിചാരിച്ചു, 50 കിലോയുടെ 5% കുറച്ച് അതായത് വെയിറ്റ്, പിന്നെ പ്രഗ്നൻസിയിൽ വെയിറ്റ് ഗെയിൻ ആണ് അല്ലേ, വെയിറ്റ് ഒത്തിരി ലോസ് ആവുന്നതും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരുന്നതും എന്താണ്, ഇതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇൻസിഡൻസ് റേറ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് ഒരു 1500 തൊട്ട് 2000 ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്കായിരിക്കും എന്നുണ്ടാകുന്നത്, അപ്രോക്സിമേറ്റ്ലി ഒരാൾക്കായിരിക്കും പ്രഗ്നൻസിയിൽ ഈ ഹൈപ്പറെമിസിസ് ഗ്രാവിഡെയർ ഉണ്ടാകുന്നത്. പിന്നെ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 20-ക്ക് താഴെയുള്ളവർക്കും അത് കഴിഞ്ഞ് 35-ന് എബവ് ഉള്ളവർക്കുമാണ് ഇതിൻ്റെ റിസ്ക്. ബാക്കിയുള്ളവർ കുറച്ച് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഏഷ്യൻ, ആഫ്രിക്കൻസിനൊക്കെ കൂടുതൽ ഇൻസിഡൻസ് റേറ്റ് കണ്ടുവരുന്ന 2 ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്, ഏഷ്യൻസും ആഫ്രിക്കൻസും. ദെൻ എറ്റിയോളജി ആണ്. എറ്റിയോളജിയിൽ എന്താ പറയുക, ഇപ്പം ഹോർമോണൽ ഫാക്ടേഴ്സിൻ്റെ അണ്ടറിൽ എന്തൊക്കെ എഴുതാം, HCG, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൾ. നമുക്കറിയാവുന്ന 3 കാര്യങ്ങളാണ് അല്ലേ. ഇതാണ് മെയിൻലി എന്തുണ്ടാക്കുന്നത്, ഹൈപ്പറെമിസിസ് ഗ്രാവിഡെയർത്തിന് മെയിൻ ഒരു എന്താണ് കോസ് എന്ന് പറയുന്നത് ഹോർമോണൽ ഫാക്ടേഴ്സ് ആയത്. അപ്പം വേണമെങ്കിൽ ഹോർമോണൽ ഫാക്ടേഴ്സിന് അണ്ടറിൽ HCG, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഒക്കെ എഴുതാം. പിന്നെ എന്താണ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്, അതായത് ഇപ്പം ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ മൊബിലിറ്റി, അതായത് ഇപ്പോൾ ഒരാൾക്ക് സ്ലോവർ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ മൊബിലിറ്റി ആണ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചത്, അത് പ്രത്യേകിച്ച് പ്രഗ്നൻറ്റ് സമയത്ത് അത് കെട്ടിക്കിടന്നിട്ട്, അതായത് സ്ലോ ആയിട്ട് അവർക്ക് പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ റീകർജിറ്റേറ്റ് ഉണ്ടായി അത് വോമിറ്റിങ്ങിലോട്ട് മാറും. അതുപോലെ തന്നെയാണ് എന്താണ് ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി. ഇപ്പോൾ ചില ആൾക്കാർക്ക്, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു നോർമൽ സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻ വരുവാണല്ലേ, നമ്മളിപ്പോൾ ഒരു നോർമൽ വുമൺ നമ്മൾ പ്രഗ്നൻസി സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസീവ് ആവുക എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അത് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പെട്ടെന്ന് ഇത്രയും ഒരു എന്താണ് ഹോർമോൺസിനെ അവർക്ക് എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, മനസ്സിലായില്ലേ.
ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി എഴുതാം. പിന്നെ ഫാമിലി ഹിസ്റ്ററിയിൽ അതായത് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഫാമിലി ഹിസ്റ്ററി ഉണ്ടല്ലോ, അവർക്ക് അങ്ങനെയുള്ളവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ പറയുന്ന പോലെ ജനറ്റിക് വേരിയേഷൻസ്, ജീൻസിൻ്റെ ഒരു ഇത് വരാം, ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ മോളാർ പ്രഗ്നൻസി നമ്മൾ അടുത്ത ടോപ്പിക്കാണ്. വെസിക്കുലാർ മോൾ അല്ലെങ്കിൽ ഹൈഡ്രിഡിഫോം മോൾ എന്ന് പറയും. അപ്പോൾ മോളാർ പ്രഗ്നൻസിയിലും ഒത്തിരി വോമിറ്റിംഗ് ഒരു കണ്ടീഷൻ കാണിക്കുന്നുണ്ട്, മൾട്ടിപ്പിൾ പ്രഗ്നൻസിയിലും വോമിറ്റിംഗ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഹൈപ്പറെമിസിസ് ഗ്രാവിഡേറ എത്തുന്ന കണ്ടീഷൻ എപ്പോഴും ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആണ്. ഓക്കെ, പിന്നെ ഈ മോളാർ പ്രഗ്നൻസിയും മൾട്ടിപ്പിൾ പ്രഗ്നൻസിയും ഹൈപ്പറെമിസിസ് ഗ്രാവിഡേറത്തിന്റെ ഒരു റിസ്ക് ഫാക്ടർ കൂടെയാണ്. Then moving to the clinical feature. Okay, clinical feature നമ്മൾ എപ്പോഴും ഒരു ഫോർമാറ്റിലാണ് എഴുതി വരുന്നത്. ഇപ്പോൾ ഇത്രയും ദിവസം നമ്മൾ അഡൾട്ട് വീഡിയോ കാണുന്നവർക്ക് അത് നമുക്ക് എപ്പോഴും നമ്മൾ പറയണ്ടല്ലോ. പക്ഷേ ഗൈനക്കോളജിയുടെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഓവറോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത്, നമുക്ക് ഓരോ സിസ്റ്റം വൈസിൽ കണ്ടീഷൻ എഴുതാം. ഇവിടെ ഇപ്പം ഞാൻ എന്താ പറയുക, കോമൺ സിംറ്റംസും പിന്നെ എന്താണ് ഫസ്റ്റ് കാണിക്കുന്ന സിംറ്റം, പ്രൈമറി സിംറ്റംസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ സിവിയർ സിംറ്റംസ്, സെക്കൻഡറി സിംറ്റംസ്, അങ്ങനെയാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് സിംറ്റംസ് ആണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിവിയർ ആയിട്ടുള്ള നോസിയ കാണും, എക്സസീവ് വോമിറ്റിംഗ് കാണും. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം. 4 ടൈംസിൽ കൂടുന്നതാണ് ഡീഹൈഡ്രേഷൻ, വെയിറ്റ് ലോസ്. ഇത് നമ്മൾ ഡെഫിനിഷനിൽ പഠിച്ചു, അപ്പോൾ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായല്ലോ. പിന്നെ എന്താ പറയുക, ഫറ്റീഗ്, ഹെഡേക്ക്, ഡിസിനസ്, അബ്ഡോമിനൽ പെയിൻ, ഫുഡ് അവേർഷൻസ് ആൻഡ് മൂഡ് ചേഞ്ചസ്. ഫുഡ് അവേർഷൻസ് എന്താണെന്ന് അറിയാമല്ലോ, അതായത് നമുക്കൊരു ഫുഡ് കഴിക്കാൻ തോന്നാത്ത അവസ്ഥ, ഒരു ഭയങ്കരമായിട്ട് നമുക്ക് കണ്ടിട്ടില്ലേ ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ എന്ന് പറയുന്നത്, ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഒത്തിരി ഫുഡ് അവേർഷനൊക്കെ കാണിക്കുന്ന ഒരു സ്റ്റേജും കൂടെയാണ് പ്രഗ്നൻസി. ഇനി ഇവിടെ ഞാൻ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സിംറ്റംസും സിസ്റ്റമിക് സിംറ്റംസും ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ നോസിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ, ബ്ലോട്ടിംഗ്, കോൺസ്റ്റിപ്പേഷൻസ് ഉണ്ടാകും. സിസ്റ്റമിക് സിംറ്റംസ് ലൈക്ക് ഡീഹൈഡ്രേഷൻ, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഫറ്റീഗ്, ഹെഡേക്ക്, ഡിസ്നസ്, ലൈറ്റ് ഹെഡഡ്നെസ് ഒക്കെ ഉണ്ടാവും. നോർമലി ഡീഹൈഡ്രേഷൻ വരുന്ന സിംറ്റംസ് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Then emotional and psychological symptoms, depression, anxiety, mood swings, irritability, feeling overwhelmed. Then severe symptoms. ഇവിടെ പ്രൈമറി സെക്കൻഡറി ആയിട്ടല്ല, സിസ്റ്റം വൈസ് ആണ് കേട്ടോ. അടുത്ത കണ്ടീഷനിലാണ് പ്രൈമറിയും സെക്കൻഡറി ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന പോലെ എപ്പോഴും ഒരു സിസ്റ്റം വൈസ് ആണെങ്കിൽ അപ്പം നമ്മൾ ഏതൊക്കെ സിസ്റ്റത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് എഴുതുക. പിന്നെ അതല്ല, ചില കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേജസ് ആയിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം സ്റ്റേജ് വൈസ് എഴുതാം, പ്രൈമറി, സെക്കൻഡറി, സിവിയർ സ്റ്റേജ് ആയിട്ട് എഴുതാം. ഇവിടെ ഇപ്പം ഞാനിപ്പോൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, അബ്ഡോമിനൽ എഴുതിയിട്ടുണ്ടായിരുന്നു, സിസ്റ്റമിക് ഇതുണ്ടായിരുന്നു, കോമൺ സിംറ്റംസ് ഉണ്ടായിരുന്നു, സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ സിംറ്റംസ് ഉണ്ട്, സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ട്. ഓക്കെ, സിവിയർ സിംറ്റംസിനകത്ത് സിവിയർ ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ, ഇലക്ട്രോലൈറ്റ്, നമുക്കറിയാലോ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ തന്നെയാണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ ഒത്തിരി സിവിയർ കോംപ്ലിക്കേഷനിലോട്ട് പോകും. അത് മദർ ആണെങ്കിലും അതുപോലെ തന്നെ ബേബിക്കാണെങ്കിലും ഉണ്ടാവും. പിന്നെ നമ്മുടെ എപ്പോഴും ഉള്ള നമ്മുടെ ഒരു നമ്മൾ അതായത് എൻ്റെ ചാനലിൽ പഠിക്കുന്നതാണ് റെഡ് ഫ്ലാഗ് സിംറ്റംസ്. അപ്പോൾ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ റെഡ് ഫ്ലാഗ് സിംറ്റംസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ റെഡ് ഫ്ലാഗ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ത്രെട്ടനിങ് സിംറ്റംസ് ആണ്. ഓക്കെ, വോമിറ്റിംഗ്, ബ്ലഡ്, സിവിയർ അബ്ഡോമിനൽ പെയിൻ, ഫീവർ. അതായത് ഈ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഫീറ്റൽ ഡിസ്ട്രസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ്, അതായത് ഫീറ്റൽ ഡിസ്ട്രസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വിചാരിച്ചോണം പേഷ്യൻ്റ് ഒരു ലൈഫ് ത്രെട്ടനിങ് സ്റ്റേജിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഇവിടെ എപ്പോഴും എന്തുതന്നെയാണ് നമ്മൾ നോക്കുന്നത്, പ്രഗ്നൻസി, HCG, യൂറിൻ, ബ്ലഡ്, അതൊക്കെ ആയിരിക്കും നമ്മളിവിടെ മെയിൻ ഇതെന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, ഒബ്സ്ട്രറ്റിക് ഹിസ്റ്ററി. ഒബ്സ്ട്രറ്റിക്സിന് എപ്പോഴും ഒബ്സ്ട്രറ്റിക് ഹിസ്റ്ററി വേണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലാബ് ടെസ്റ്റ് ആണെങ്കിൽ CBC നോക്കും. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരുന്നതുകൊണ്ട് തന്നെ ഇലക്ട്രോലൈറ്റ് പാനൽ നോക്കും, LFT, RFT നമ്മൾ നോക്കും, യൂറിൻ അനാലിസിസ് നമ്മൾ ചെയ്യും. ഇപ്പോൾ നമ്മൾ നോർമലി നമ്മൾ കണ്ടിട്ടുള്ളതല്ല, ഒരു പ്രഗ്നന്റ് വുമൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം യൂറിൻ ടെസ്റ്റാണ് ചെയ്യുന്നത്. അപ്പം അതും എഴുതിക്കട്ടെ, എല്ലായിടത്തും എഴുതിക്കോ, ധൈര്യമായിട്ട് അങ്ങ് എഴുതുക യൂറിൻ അനാലിസിസ്. പിന്നെ മറ്റേ നമ്മൾ BP-ക്കൊന്നും എഴുതണമെന്നില്ല. പിന്നെ പ്രഗ്നൻസി ടെസ്റ്റിൽ HCGയും യൂറിൻ ബ്ലഡും നമ്മൾ നോക്കും.
പിന്നെ അൾട്രാസൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഫീറ്റൽ ഗ്രോത്തും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് അബ്ഡോമിനൽ എക്സ്റേ. അപ്പം അബ്ഡോമിനൽ എക്സ്റേ സത്യം പറഞ്ഞാൽ എടുക്കണം എന്നില്ല. ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, റൂൾ ഔട്ട് അതർ കോസസ്. ബാക്കി എന്തെങ്കിലും വേറെ കോസസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ അബ്ഡോമിനൽ എക്സ്റേ എടുക്കുള്ളൂ. പക്ഷെ ചില സ്റ്റേജസിൽ നമ്മൾ എടുക്കാറുണ്ട്. ദെൻ എന്താണ്, ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൻലി ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്. ഇനി എപ്പോഴും എഴുതേണ്ട കാര്യം, മാർക്ക് കുറച്ച് കൂടുതൽ കിട്ടുന്ന ഉള്ള പേടിയൊന്നും ആർക്കും വേണ്ട. ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ അത് എല്ലാ കണ്ടീഷനിലും അങ്ങ് എഴുതിക്കോണം കേട്ടോ. അത് എഴുതിക്കൊണ്ട് നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടത്തതേ ഉള്ളൂ, മാർക്ക് കുറയത്തില്ല. ഇപ്പൊ ഈ ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എഴുതാൻ മിനിമം ഒരു 2 സെക്കൻഡ്, രണ്ട് സെക്കൻഡ് ഇത്തിരി കൂടിപ്പോയി, ഒരു 2 മിനിറ്റോ അത്രയൊക്കെ എടുക്കത്തുള്ളൂ. അപ്പം എന്താണ്, ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ നിങ്ങൾ ഡെഫിനറ്റ്ലി എഴുതണം കേട്ടോ. ഏത് കണ്ടീഷനിലാണെങ്കിലും നമുക്ക് പറ്റുവാണെങ്കിൽ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എഴുതുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ 20 വീക്സിന് മുന്നേ ആണ് ഇതുണ്ടെങ്കിലാണ് നമ്മൾ ദാറ്റ് ആസ് സസ്പെക്റ്റഡ് ആസ് എന്താണ്, ഹൈപ്പറെമസിസ് ഗ്രാവിഡേറം. വോമിറ്റിംഗ് 4 ടൈംസിൽ കൂടുതൽ വേണം, then only നമ്മൾ അതിനുള്ള മാനേജ്മെന്റ് എടുക്കുന്നത്. വെയിറ്റ് ലോസ്, അങ്ങനെ ഇത്രയും കാര്യങ്ങളിലാണ് ഇതാണ് ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി മെഡിക്കൽ മാനേജ്മെന്റ്. മെഡിക്കൽ മാനേജ്മെന്റിന്റെ കൂടെ ഞാൻ കുറച്ച് ഒരു ആഹാരപാഠത്തിന് എത്ര ഗ്രാമൊക്കെ കൊടുക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. കോമൺ ആയിട്ടുള്ളത് പഠിച്ചു വെക്കാം. എനിക്കിപ്പോഴും നിങ്ങളോട് അതേ പറയാം, നമുക്ക് എല്ലാം ഒന്നും പഠിച്ചു വെക്കാൻ പറ്റത്തില്ല, പക്ഷെ ചില ഇമ്പോർട്ടൻറ്റ് കണ്ടീഷനിൽ പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇൻസിഡൻസ് റേറ്റുകൾ ഒന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ട് പോവുക. ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഒന്ന് അവർ കുത്തിയിരുന്ന് 1 ആണോ 2 ആണോ 2% ആണോ 3% ആണോ അതൊന്നും ആരും നോക്കൂല. നിങ്ങളൊരു ഒരു ഇത് പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ അപ്പം എഴുതുമ്പോൾ പേപ്പർ പ്രസന്റേഷൻ കൊച്ചിൻ ഇൻസിഡൻസ് റേറ്റ് വരെ അറിയാം എന്നെങ്കിലും നമുക്ക് നമ്മളെ മാഡംസിന് തോന്നിയാലോ. ഇതെല്ലാവർക്കും തോന്നണമെന്നില്ല, എങ്ങാനും തോന്നിയാലോ എന്ന് എത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് ലൈൻ ഫാർമക്കോ തെറാപ്പി എന്താണ്? അതായത് നമ്മൾ ഫസ്റ്റ് എന്താ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൊടുക്കുക ഇവിടെ? വൈറ്റമിൻ B6 അല്ലെങ്കിൽ പിറിഡോക്സിൻ അത് കൊടുക്കുന്ന എന്തിനാന്ന് നമുക്കറിയാം. വൈറ്റമിൻ B6 നമ്മൾ കൊടുക്കുന്ന എന്തിനാന്ന് അറിയാം. അപ്പോൾ 25 to 50 mg ഓറലി എവറി 8 hourly നമ്മൾ കൊടുക്കും. 8-16 അപ്പോൾ 3 നേരം. ഡോക്സിലാമൈൻ എന്താണെന്നറിയാമോ? ആന്റി ഹിസ്റ്റമിൻ ആണ് അല്ലേ? സോ 25 mg വെച്ചിട്ട് 8 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് ഡോക്സിലാമൈൻ. ഇവിടെ ഡോക്സിലാമൈൻ കൊടുക്കുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇതിന് 2 ആക്ഷൻ ആണ് ഉള്ളത്. അതായത് ഈ നോസിയം അല്ലെങ്കിൽ ആ ഒരു ഡ്രൗസിനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആന്റി ഹിസ്റ്റമിൻ യൂസ് ചെയ്യും. പിന്നെ എന്തിനാ, അതുപോലെ തന്നെ വോമിറ്റിംഗ് ഫ്രീക്വൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. മെറ്റാക്ലോപ്രമൈഡ് അറിയാലോ, ആന്റി എമിറ്റിക് ആണ്, നോസിയ വോമിറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഗ്യാസ്ട്രിക് എംറ്റിങ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഈ നോസിയ ഒക്കെ ഉണ്ടാക്കുന്ന ഈ ചില ഇതുണ്ടല്ലോ, ഡോപ്പമൈനുകളുണ്ടല്ലോ, അപ്പം ഈ ഡോപ്പമൈൻസ് റിസപ്റ്റേഴ്സിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മെറ്റാക്ലോപ്രമൈഡ് കൊടുക്കുന്നത്. ജനറലി നമ്മൾ ഇതെല്ലാം കൂടെ എഴുതിയാൽ നിങ്ങൾ ഒത്തിരി പഠിക്കാനുണ്ട്, അതുകൊണ്ട് പഠിക്കേണ്ടെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ ബുദ്ധിപരമായിട്ട് കുറച്ച് എഴുതിയിട്ട് കൂടുതൽ പറയുന്നതാണ്. ഓക്കെ, സെക്കൻഡ് ലൈൻ ഫാർമക്കോ തെറാപ്പി. ഫസ്റ്റ് ലൈൻ പഠിച്ചല്ലോ. സെക്കൻഡ് ലൈൻ ഫാർമക്കോ തെറാപ്പി ഒഡാൻഡസ്ട്രോൺ കൊടുക്കും. അറിയാവുന്നതാണ്, തെറ്റിക്കരുത്. ഒഡാൻഡസ്ട്രോൺ ഒക്കെ എന്ത് വന്നാലും ആദ്യം ഒന്ന് പേരെഴുതി വെക്കുന്ന ഒഡാൻഡസ്ട്രോൺ. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കുക, എന്ത് മെഡിക്കൽ മാനേജ്മെന്റ് എഴുതിയാലും എന്ത് എഴുതും ഒരു ഓർഡറിന് എഴുതിയാലേ നമുക്ക് ഒത്തിരി എഴുതാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ സിംറ്റംസ് തന്നെ നിങ്ങളിപ്പം എഴുതുമ്പോൾ നമുക്ക് വാരി വലിച്ച് അത് ഇതെന്നൊക്കെ എഴുതാം, പക്ഷെ ഒരു ഓർഡറിന് എഴുതി നോക്കുക, നമുക്ക് എല്ലാ പോയിന്റ്സും കിട്ടും. ഓക്കെ, ദെൻ എന്താണ് പ്രോമെത്തസിൻ 25 mg ആണ് കൊടുക്കുന്നത്. പ്രോമെത്തസിൻ ഒരു ആന്റി എമിറ്റിക് ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് ആന്റി ഹിസ്റ്റമിൻ ആൻഡ് ആന്റി കോളിനർജിക് ആണ്. അതായത് നമ്മുടെ ബോഡിയിലുള്ള ഈ അസറ്റൈൽ കൊളൈൻ ഒക്കെ ഇല്ലേ, അസറ്റൈൽ കൊളൈൻ്റെ ഇത് കുറച്ചിട്ട് ഈ നമ്മുടെ ഈ വോമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി കുറയ്ക്കും. അതുപോലെ തന്നെ ഈ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ നമ്മൾ ഛർദ്ദിക്കുമ്പോൾ എന്താ നമ്മുടെ സ്റ്റൊമക്ക് ഭയങ്കര കൺട്രാക്ഷൻ നടക്കും. അപ്പം അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു മെയിൻലി ഫിനർജൻ നമ്മൾ കൊടുക്കുന്നത്. ഫിനർജൻ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ഡ്രഗാണ്, നമുക്ക് അറിയാവുന്ന ഡ്രഗും കൂടെയാണ്. പിന്നെന്താ ക്ലോർപ്രമാസിൻ. പറയുന്നത് ഇത്തിരി പാട് വരും, പ്രത്യേകിച്ച് ഞാൻ പെട്ടെന്ന് പറയുന്നോണ്ടാണെന്ന് തോന്നുന്നു. എന്താണ് ക്ലോർപെറാസിൻ പഠിച്ചു വെക്കും, അല്ലെങ്കിൽ കോമ്പാസിൻ എന്ന് പഠിച്ചു വെക്കുക. 25 mg ഓർലി ആണ്, 8 hourly ആണ് നമ്മൾ കൊടുക്കുന്നത്. ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്, പക്ഷെ ഇതിനകത്ത് കുറച്ചും കൂടെ സെഡേറ്റീവ് ആന്റിസൈക്കോട്ടിക് ആയിട്ടുള്ള എസൻസും കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ പേഷ്യന്റിനെ ഒരു ഒരു ആക്ടിവിറ്റി ഒരു റെസ്റ്റിംഗ് ഇതിലോട്ട് ഇതാക്കും. മനസ്സിലായില്ലേ? ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ലൈൻ ഫാർമക്കോ തെറാപ്പി കൊടുക്കുന്നത്.
പിന്നെ തേർഡ് ലൈൻ ഫാർമക്കോതെറാപ്പി എന്താണ്, കോർട്ടിക്കോസ്റ്റെറോയിഡ് നമ്മൾ കൊടുക്കും. ഇപ്പൊ കോർട്ടിക്കോസ്റ്റെറോയിഡ് എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വിചാരിക്കും ഇതിന് ഇവിടുത്തെ ആവശ്യമൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇത് നമ്മൾ പറഞ്ഞില്ലേ ഒരു തേർഡ് ലൈൻ ഫാർമക്കോതെറാപ്പിയാണ്. അപ്പം ഇത് കൊടുക്കണം എന്നില്ല, ഇതിനൊരു ആന്റി എമിറ്റിക് എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അപ്പറ്റൈറ്റ് സ്റ്റിമുലേഷൻ ചെയ്യും, അതായത് കുറച്ചും കൂടെ വിശപ്പ് കൊണ്ടുവരെങ്കിൽ അവർ ഫുഡ് കഴിക്കത്തുള്ളൂ. പിന്നെ ഇമ്മ്യൂണോ മോഡുലേഷൻ ഒക്കെ ഉണ്ട് ഇവർക്ക്, അതുകൊണ്ട് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് നമ്മൾ കൊടുക്കും. നിങ്ങൾ വേണമെന്ന് നമ്മളിപ്പോൾ എഴുതാകുമ്പം അവർ ടീച്ചർമാർ വിചാരിക്കും എന്തിനായിരിക്കും എഴുതിയിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും എന്ത് എഴുതിയാലും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഇത് കൂടെ കൊടുക്കാം. പിന്നെ ആൻറ്റി റിഫ്ലക്സ് മെഡിക്കേഷൻ, പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും പുതിയതാണെന്ന്. ഞാനും വിചാരിച്ച് ആൻറ്റി റിഫ്ലക്സ് മെഡിക്കേഷൻ ഒക്കെ ഞാൻ പഠിക്കുമ്പോൾ ഇത് എന്തു സംഭവം, സത്യം റാനിറ്റിഡിൻ ഇല്ലേ, നമ്മൾ പാൻഡോപ്പ് ഒക്കെ കൊടുക്കത്തില്ലേ, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, അവരെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ മാനേജ്മെന്റ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത സ്ലൈഡിലോട്ട് പോകാം. നഴ്സിംഗ് കൺസിഡറേഷൻ, അതായത് എപ്പോഴും ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് എഴുതിയതിനു ശേഷം നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് നമ്മൾ എഴുതും. പക്ഷേ ഇവിടെ നമ്മൾ നഴ്സിംഗ് കൺസിഡറേഷൻസ് എഴുതാം. നഴ്സിംഗ് കൺസിഡറേഷൻ എഴുതുന്നതുകൊണ്ട് ഇത്തിരി മാർക്ക് കൂടുതൽ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ. സ്റ്റാർട്ട് വിത്ത് ലോ ഡോസസ് ആൻഡ് ടൈട്രേറ്റ് as needed. Monitor for side effects. Use combination therapy for the severe symptoms. Avoid using multiple antiemetics with similar side effects profile. ഇതൊക്കെ എന്തിനാണെന്നുള്ളത് നമുക്ക് എന്തായാലും വായിച്ചാൽ മനസ്സിലാവില്ല, അത് തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നു. ദെൻ നഴ്സിംഗ് ഡയഗ്നോസിസ്. നഴ്സിംഗ് ഡയഗ്നോസിസ് ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ. ഞാൻ ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ബേസിസിലല്ല എഴുതിയിരിക്കുന്നത്. പ്രയോറിറ്റി ബേസിസിലാണോ? അല്ല, പ്രയോറിറ്റി ബേസിസിൽ എഴുതാം. ഒരു ഫിസിക്കലി, ഇമോഷണലി, സോഷ്യലി അങ്ങനെ വെച്ചിട്ട് എഴുതാം. ഇപ്പം ചിലതാണെങ്കിൽ ഇപ്പം മോട്ടോർ, സെൻസറി അങ്ങനെ എഴുതും. നമ്മൾ അഡൾട്ടിലൊക്കെ നമ്മൾ അങ്ങനെയാണ് എഴുതിയത്. പക്ഷെ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രയോറിറ്റി ബേസിസിലാണെങ്കിൽ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് വരും, ന്യൂട്രീഷൻ ലെസ് ദാൻ ബോഡി റിക്വയർമെന്റ് വരും. ഡെഫിനറ്റ്ലി പേഷ്യന്റിന് എന്താണ് ആൻസൈറ്റി ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ എന്താണ്, കുഞ്ഞു വയറ്റിലല്ലേ, അപ്പൊ കൊച്ചിന് എന്തെങ്കിലും വരുമോ എന്നുള്ള പേടി കാണുമല്ലോ, അതാണ് ഇവിടെ. ആക്ടിവിറ്റി ഇൻടോളറൻസ് ഡ്യൂ ടു വീക്ക്നെസ് ആൻഡ് ഫറ്റീഗ്, പെയിൻ റിലേറ്റഡ് ടു അബ്ഡോമിനൽ ക്രാമ്പിംഗ്, റിസ്ക് ഫോർ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. ഇതാണ് മെയിൻലി വരുന്ന നഴ്സിംഗ് ഡയഗ്നോസിസ്. ഇപ്പം ഞാൻ ഇവിടെ 6 കൊടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അറിയാമെങ്കിൽ അത് എഴുതാം. ദെൻ നഴ്സിംഗ് ഇന്റർവെൻഷൻസ്. എന്താണ് നഴ്സിംഗ് ഇന്റർവെൻഷൻസ്? ഇപ്പം നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും നോക്കാം. ഇത് ഞാൻ ഒരു ജനറൽ ഐഡിയ ആണ് കൊടുത്തിരിക്കുന്നത്. ഇഷ്ടംപോലെ പോയിന്റുകൾ എഴുതാം. അസസ്മെന്റ് ആൻഡ് മോണിറ്ററിങ്. എന്താണ് അസസ്മെന്റ് ചെയ്യുന്നത്? ഡീഹൈഡ്രേഷനും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുക. വോമിറ്റിങ്ങിന്റെ ഫ്രീക്വൻസി, സിവിയറിറ്റി, വെയിറ്റ്, ഫ്ലൂയിഡ് ഇൻടേക്ക്, ഇലക്ട്രോലൈറ്റ് ലെവൽ, വൈറ്റൽ സയൻസ്, ഫീറ്റൽ മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ IV ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ, അതൊക്കെയാണ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് മാനേജ്മെന്റിനകത്ത് വരുന്നത്. എന്നും അതിന്റെ എന്താണ് ഇലക്ട്രോലൈറ്റ് നോർമൽ എന്നുള്ളത് നോക്കുക. ORS ഒക്കെ നമ്മൾ കൊടുക്കുക. യൂറിൻ ഔട്ട്പുട്ട് അതൊക്കെ നോക്കുക. പിന്നെ ന്യൂട്രീഷൻ ആണെങ്കിൽ തന്നെ സ്മോൾ ഫ്രീക്വന്റ് ആയിട്ടുള്ള മീൽ കൊടുക്കുക. ഹൈ കാലറി, ഹൈ പ്രോട്ടീൻ ആണ് കൊടുക്കുന്നത്. പിന്നെ ട്രിഗർ ചെയ്യുന്ന ഫുഡുകളൊക്കെ കുറച്ച് കഴിക്കുക. വൈറ്റമിൻ B6 കഴിക്കുക, B12 സപ്ലിമെന്റ്സ് കൊടുക്കുക. ന്യൂട്രീഷൻ കൗൺസിലിംഗ് എടുക്കുക, നല്ലൊരു ഡയറ്റീഷ്യനെ റെക്കമെൻഡ് ചെയ്യുക. പിന്നെ ആന്റി എമിറ്റിക് മാനേജ്മെന്റ് ആയിട്ട് നമുക്ക് എന്താണ് മെഡിക്കേഷൻസും കാര്യങ്ങളും കൊടുക്കാം. നല്ല അറ്റ്മോസ്ഫിയർ കൊടുക്കാം. സ്മെല്ലില്ലാത്ത സ്ഥലങ്ങൾ, അതായത് അതായത് ചിലർക്ക് സ്മെല്ലൊക്കെ ട്രിഗർ ചെയ്യത്തില്ല, അതൊക്കെ കുറച്ച് അതൊന്നും ഇല്ലാത്ത സ്ഥലത്തുള്ള ഇത് കൊടുക്കാം. പിന്നെ എന്താണ് സൈഡ് എഫക്ട്സ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നോക്കാം. ആന്റി എമിറ്റിക് മാനേജ്മെന്റ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അതിന്റെ സൈഡ് എഫക്ട്സ് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക. അതിന്റെ എന്താണ് എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. ഡോസേജ് നമ്മൾ നോക്കുക. പിന്നെ കംഫർട്ട് മെഷേഴ്സ് നമ്മൾ കൊടുക്കുക. റിലാക്സിങ് ടെക്നിക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പ്രോപ്പർ ആയിട്ടുള്ള പൊസിഷൻ എങ്ങനെയാണെന്ന് പറയുക. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇത്ര സമയം ഇത് റെസ്റ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഹീറ്റിംഗ് പാഡ്സ് കാര്യങ്ങൾ കംഫർട്ട് ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇമോഷണൽ സപ്പോർട്ട് ഫാമിലി ആയിട്ടുള്ളതും, അതുപോലെ തന്നെ ഇപ്പം സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. കൗൺസിലിംഗ് കൊടുക്കുക. സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുക. ഒരുപോലെയുള്ള ആൾക്കാരെ ഒന്നിച്ചു കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ മെഡിക്കൽ മാനേജ്മെന്റ് ഒക്കെ നോർമലി മെഡിക്കൽ മാനേജ്മെന്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ. ഇത്രയാണ് മെയിൻലി ഇതിനകത്ത് വരുന്ന നഴ്സിംഗ് ഇന്റർവെൻഷൻസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ കോംപ്ലിക്കേഷൻ എഴുതുമ്പോൾ മെറ്റേണൽ, ഫീറ്റൽ കോംപ്ലിക്കേഷൻ ഡിവൈഡ് ചെയ്ത് തന്നെ എഴുതണം. അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിലാണ് നമ്മൾ മാർക്ക് ഇരിക്കുന്നത്. കോംപ്ലിക്കേഷൻ താഴെ ഒരു ബോക്സ് അങ്ങ് വരച്ചിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. മെറ്റേണൽ, ഫീറ്റൽ എന്ന് എഴുതുക. പോയിന്റുകളൊക്കെ ചറ എഴുതി വെക്കുക. ഇത് തന്നെ ആയിരിക്കും മെറ്റേണൽ അല്ല, ഫീറ്റൽ ഇത് തന്നെ ആയിരിക്കും മിക്കയിടത്തും വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബൈ ദ വേ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാം.
അറ്റ് ലാസ്റ്റ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആയിട്ട് ഞാൻ ചെയ്ത എൻ്റെ വീഡിയോ ആണ്. ഫസ്റ്റ് ഗൈന ഒ ബി ജിയുടെ വീഡിയോ ആണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.